വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഗസ്റ്റ് റൂമിലെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് തിരുവല്ല TMM ആശുപത്രിയുടെ ചെയർമാൻ റിട്ടയർഡ് കേണൽ അലക്സ് ഫറീസ് അവറുകളാണ്. അദ്ദേഹത്തെ ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് അധികമായി TMM ആശുപത്രി തുടങ്ങിയിട്ട് പൊതുവെ ഈ ആശുപത്രിയെ സായിപ്പിൻ്റെ ആശുപത്രി എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഈ സായിപ്പിൻ്റെ ആശുപത്രി എന്ന് പറയുവാനുള്ള കാരണം എന്താ, ഒന്ന് വിവരിക്കാം. പറയാം. 1935 തിരുവല്ല സ്വദേശിയായിട്ടുള്ള ഡോക്ടർ വി വർഗീസ് എന്ന അദ്ദേഹം 6 ബെഡുള്ള ഒരു ചെറിയ ആശുപത്രിയും അതിൻ്റെ പരിസരങ്ങളും കൂടെ ബ്രദറൻ ഡോക്ടേഴ്സ് മിഷണറിമാരായിട്ടുള്ള സായിപ്പ് അന്നിവിടെ ഉണ്ടായിരുന്ന വിദേശ മിഷണറിമാർക്കാണ് അത് കൊടുത്തത്. അവരും അവരുടെ വൈഫ്സും നേഴ്സസായിട്ടും ഡോക്ടേഴ്സായിട്ടും അവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണിത് സായിപ്പിൻ്റെ ആശുപത്രി എന്നുള്ള പേര് വന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഈ വിദേശ മിഷണറിമാരെല്ലാം പോയി ഇവിടുന്ന്. എന്നിട്ടും ആ പേര് നമ്മുടെ പത്തനംതിട്ടയും ആലപ്പുഴയും അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ ഉള്ള ആളുകൾ അതേ വിളിപ്പേരായിട്ട് ഇപ്പോഴും തുടർന്നു പോരുന്നു. അതാണ് സായിപ്പിൻ്റെ ആശുപത്രി എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ 7.5 പതിറ്റാണ്ടായിട്ട് ലോകത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നിരവധി നേഴ്സുമാരെ അല്ലെങ്കിൽ പ്രതിബദ്ധതയുള്ള നേഴ്സുമാരെ വാർത്തെടുക്കുവാൻ ഈ ആശുപത്രിക്കിടയായി തീർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതേ കണ്ടീഷനിൽ തന്നെയാണോ ഇന്നും തുടർന്നു പോകുന്നത്? അത് 1937 തന്നെ ഇവിടെ ഒരു നേഴ്സിംഗ് കോഴ്സ് ആരംഭിച്ചു. ഒരുപക്ഷെ തിരുവിതാംകൂറിൽ ആരംഭിച്ച ആദ്യത്തെ നേഴ്സിംഗ് കോഴ്സ് എന്ന് വേണേൽ അതിനെ പറയാം. എന്നാൽ 1937 ഒരു 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് CMAയുടെ അക്സെപ്റ്റൻസോടുകൂടി ഒരു GNM, അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, അത് കോഴ്സായിട്ട് അംഗീകരിച്ചു വന്നത്. അപ്പോൾ അന്ന് മുതൽ ഇത്രയും നാൾ ഞങ്ങളുടെ ആ GNM കോഴ്സ് തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പഠിച്ചു പുറത്തു പോയിട്ടുള്ള ധാരാളം നേഴ്സസ് ഇന്ന് ലോകത്തിലെമ്പാടും ഫസ്റ്റിന് അറിയാവുന്ന പോലെ ഉണ്ട്. അതിനുശേഷം 2004 ഞങ്ങൾക്ക് BSc നഴ്സിംഗ് അതിനുള്ള സൗകര്യം കിട്ടി. കവിയൂർ അതിൻ്റെ BSc നഴ്സിംഗിൻ്റെ കോളേജ് ഉണ്ട്. 2011 MSc നഴ്സിംഗിൻ്റെ 2 ഫാക്കൽറ്റീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഈ അത് MScയുടെ ഇനിയും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതുപോലെ BSc നഴ്സിംഗിൻ്റെയും ഗവൺമെൻറ്റുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ആണ് ഞങ്ങളുടേത്. സീറ്റ് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു 50 സീറ്റ്സ് ഇപ്പോൾ ഉള്ളത് 60 ആക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവരായിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ കുട്ടികളെ സൗജന്യമായി പഠിപ്പിക്കുന്ന അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാം. പറയാം. ഈ നമ്മുടെ ഇടയിലൊരു ട്രെൻഡ് ഈ കഴിഞ്ഞ ഇടയിലുണ്ടായിരുന്നത് എല്ലാവർക്കും BSc നഴ്സിംഗ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ GNM കോഴ്സ് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുകളില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വരുന്നു. BSc നഴ്സിങ്ങിന് നല്ല ചിലവുണ്ട്. അപ്പോൾ മിടുക്കരായിട്ടുള്ള കുട്ടികൾ അവർ നല്ല മാർക്കുണ്ട്, പക്ഷെ പണമില്ല. അപ്പോൾ സാധാരണയായിട്ട് ഇവർ ചെയ്യുന്നത് ബാങ്കുകളിൽ പോയി ലോൺ എടുത്ത് വീട് പണയം വെച്ച് പുരയിടം പണയം വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മാനേജ്മെൻറ്റ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പാവപ്പെട്ടവരിലേക്ക് പകർന്നു കൊടുക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു പുതിയ സ്കീം ഒരു കഴിഞ്ഞ ഇപ്പോൾ 3ാമത്തെ ബാച്ചാണിത്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്കീം ഉണ്ടാക്കി. അതിൻ്റെ ഇംഗ്ലീഷിൽ സ്റ്റഡി നൗ പേ ലേറ്റർ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുക പിന്നീട് ജോലി ചെയ്ത് ശമ്പളത്തിൽ നിന്ന് തിരിച്ചടയ്ക്കുക എന്നുള്ളൊരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മെറിറ്റ് ലിസ്റ്റിലാണ്, മെറിറ്റ് അനുസരിച്ചിട്ടാണ് നിർധനരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇതിനകത്ത് 40 സ്റ്റുഡൻസിൽ 35 സ്റ്റുഡൻസോളം ഇത് അവൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള പ്രയോജനം TMMൽ തന്നെ അവർക്ക് പഠിച്ചിറങ്ങിയതിന് ശേഷം ജോലി കൊടുക്കുമെന്നൊരു അഷുറൻസ് കിട്ടുന്നു. അതൊരു വലിയൊരു പ്രയോജനമാണ്. അവരുടെ മാസമുള്ള ശമ്പളത്തിൽ നിന്നൊരു ചെറിയ തുക തിരിച്ചടച്ച് ഒരു 2.5 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കത്തക്ക രീതിയിലാണ് ഈ സ്കീം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ചെയ്തിരിക്കുന്നത് ഇൻട്രസ്റ്റ് ബാങ്കിലുള്ളൊരു പോലൊരു ഇൻട്രസ്റ്റ് ഒരു രീതിയിലുള്ള പലിശകളും അവരിൽ നിന്ന് ഈടാക്കുന്നതല്ല. അതാണ് ഈ സ്കീം. ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് TMM ആശുപത്രി അല്ലെങ്കിൽ തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രി
നിരവധി പാവപ്പെട്ട രോഗികളെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സൗജന്യമായി ചികിത്സിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ആശുപത്രി നടത്തിപ്പുകാരൻ നിലയിൽ ഇങ്ങനെ ഈ സൗജന്യമായിട്ട് ഈ ആശുപത്രിയിൽ രോഗികൾക്ക് ഇങ്ങനെ സൗജന്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഈ ആശുപത്രിയുടെ നടത്തിപ്പ്, പ്രത്യേകിച്ച് ഡോക്ടർമാരുടെയൊക്കെ ശമ്പളമൊക്കെ വളരെ വർദ്ധിച്ചു. സാൽമ കമ്മീഷൻ്റെ ഈ പുതിയ നേഴ്സിംഗ് പ്രോഗ്രാം അനുസരിച്ച് ശമ്പളം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പാവപ്പെട്ട കുട്ടികളെ ധാരാളം പേർക്ക് അല്ലെങ്കിൽ ഈ രോഗികൾക്ക് ചികിത്സിക്കുവാൻ കഴിയും? അതിനുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? പാസ്റ്റർ, അത് ഒരു മെഡിക്കൽ മിഷൻ എന്നുള്ള ആ ഒരു ഉദ്ദേശം തന്നെ ഒരു ലാഭം കൂടാതെ ഇത് ഓടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു. ഇതിനകത്തുള്ള ഡയറക്ടേഴ്സോ ഇതിനകത്തുള്ള ഒരു മാനേജ്മെൻറ്റ് അംഗങ്ങളും ഒരു പൈസ പോലും പാരിതോഷികമായിട്ടോ വേതനമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർക്സ് ആയിട്ടോ അംഗീകരിക്കുന്നില്ല. ഈവൻ കൺസെഷണൽ ട്രീറ്റ്മെൻറ്റ് പോലും ഇല്ല. അപ്പോൾ ആ ഒരു ഓവർ ഹെഡ്സ് ഞങ്ങൾക്ക് മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുമാനത്തിന് ചിലവിൽ നിന്ന് ഉപരിയായിട്ടുള്ള വരുമാനം വരുന്ന ആ ഒരു തുകയിൽ നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ചിട്ട് ദൈവത്തിന് എന്ത് കൊടുക്കും, ഈ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അത് പണമായിട്ട് കൊടുക്കാം. ആ ഒരു ചെറിയ ഒരു സിദ്ധാന്തം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പങ്ക് വേർതിരിച്ച് ദൈവത്തിന് കൊടുക്കുക, അതിനാണ് ഫ്രീ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ഞങ്ങൾ ഒരു ബഡ്ജറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു നിബന്ധനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ളൊരു റൂൾസും റെഗുലേഷൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. ജനറൽ വാർഡിലുള്ള ആളുകൾക്ക് വളരെ പാവപ്പെട്ടവർക്ക് 75% വരെ നമ്മുടെ ഹോസ്പിറ്റൽ സർവീസ് ചാർജസ് ഫ്രീ ആയിട്ട് കൊടുക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. റെക്കമെൻഡേഷൻ കൊണ്ടുവരുന്നത് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ തന്നെയുള്ള വരുമാനത്തിൽ നിന്ന്, രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് ചില ഫൗണ്ടേഷൻ ലൈക്ക് കിഡ്നി ഫൗണ്ടേഷൻ, കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ അദ്ദേഹത്തിൻ്റെ കിഡ്നി ഫൗണ്ടേഷൻ, അവർ 3 ഡയാലിസിസ് യൂണിറ്റ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. ഒരു കണ്ടീഷനേ പറഞ്ഞുള്ളൂ, പാവപ്പെട്ടവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലും ചിലർക്ക് ഒരു പൈസ പോലും വാങ്ങിക്കാതെയും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അത് ഞങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലയൺസ് ക്ലബ്ബ് തിരുവല്ല അവർ ഞങ്ങൾക്കൊരു സ്നേക്ക് ബൈറ്റ് ഫണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാമ്പ് കടിക്ക് തിരുവല്ല ആശുപത്രി വളരെ ഇടതാണ്. അപ്പോൾ അതിൽ നിന്നും ഞങ്ങൾ ആ പൈസ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ കേരളത്തിൽ ഉള്ള പലരും പുറമേയുള്ള രാജ്യങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ എയ്ഡ്സ് അയക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഒരു പുവർ എയ്ഡ് ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്, അതിനകത്തിട്ട് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പലയിടത്തും ഞങ്ങൾ ബോക്സസ് വെച്ചിട്ടുണ്ട്. അത് 3 മാസത്തിലൊരിക്കൽ തുറക്കും. അത് കൺസിഡറായിട്ട് ഒരു തുക വരാറുണ്ട്. ഇതാണ് ബേസിക്കലി ഞങ്ങളുടെ ഈ പുവർ ഫണ്ടിലേക്കുള്ള അതിൻ്റെ ഒരു സ്രോതസ്സായിട്ട് കണക്കാക്കാം. ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ ആശുപത്രിയിലുണ്ട്? എങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു? ഇന്ന് ഞങ്ങൾക്ക് തിരുവല്ല മെഡിക്കൽ മിഷനിൽ 24 ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, 97 ഡോക്ടർമാരോടുണ്ട്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആയില്ലെങ്കിൽ ഞങ്ങളൊരു മൾട്ടി സ്പെഷ്യാലിറ്റിയാണ്. അതിൽ സാധാരണ എല്ലാ ആശുപത്രിയിലുള്ള ജനറൽ മെഡിസിൻ അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. എങ്കിൽ അതിൽ ഈ ഗൈനക്കോളജി ഞങ്ങളൊരു ഫ്ലാഗ്ഷിപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പാർട്ടായിട്ട് നിയോനാറ്റോളജി, പീഡിയാട്രിക്സ് എല്ലാം അതിനകത്ത് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നത് കാർഡിയോളജി, ഹാർട്ട് സംബന്ധമായിട്ടുള്ള ആ കാർഡിയോളജി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് ഒരു നല്ലൊരു രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. കാർഡിയോളജിക്കകത്ത് ഒരു കാത്ത് ലാബ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന ആ ഡോക്ടർ ഒരു വെരിക്കോസ് വെയിനിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്, ലേസറിൽ കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ സാജി. അത് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ തുടങ്ങി. ഇനിയും ഞങ്ങൾക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളതിൽ ഒന്നാണ് ഓൺകോളജി മെഡിക്കൽ സൈഡ് അറ്റ്ലീസ്റ്റ് ഉടനെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഡയബറ്റോളജിക്ക് ഇത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് ഈ കഴിഞ്ഞിടയിൽ ഞങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്തത് ഒരു 24 hours കാഷ്വാലിറ്റി ലാബ്, ഫാർമസി. അപ്പോൾ ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ടൊരു കാർഡിയാക് ICU ആംബുലൻസ് ഉണ്ട് ഇപ്പോൾ. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഡോക്ടറും ഒരു ടീം ഓഫ് ഡോക്ടേഴ്സും ഉണ്ട്. അങ്ങനെ ഒരു സെഗ്മെൻ്റാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ആശുപത്രി നടത്തിപ്പുകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ സാറിനോട് പ്രത്യേകമായ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ന് നമ്മൾ ദിനപത്രങ്ങളും ചാനലിലൊക്കെ കാണുന്ന ഒരു പ്രത്യേക ഒരു സംഭവമാണ്
ആവശ്യമില്ലാത്ത മരുന്നുകൾ രോഗികളുടെ മേൽ എഴുതി വെക്കുകയും അവർക്ക് വേണ്ടി ഈ കുത്തിവെക്കുകയും വളരെ എന്ന് പറഞ്ഞാൽ 5000-10,000 വരെയുള്ള മരുന്നുകൾ കുറിച്ച് കൊടുക്കുകയും ഈ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങുവാൻ ഡോക്ടർമാർ ആവശ്യപ്പെടുകയും അതിൻ്റെ ഒരു വലിയ കമ്മീഷൻ തുക തന്നെ അവർ കൈപ്പറ്റുകയും ചെയ്തെന്ന് ദിനപത്രങ്ങളിലും ചാനലിലും ഒക്കെ നമ്മൾ വായിച്ചും കാണുകയും ചെയ്തതാണ്. ഒരു ആശുപത്രി നടത്തിപ്പുകാരനെന്നതിൽ അതിനെക്കുറിച്ച് ആ ഡോക്ടറെ പ്രതിബദ്ധതയെക്കുറിച്ച് പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ചെയർമാൻ എന്ന നിലയിൽ ആ നിലകളിൽ ആശുപത്രി കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം എന്ന നിലയിൽ അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഫാസ്റ്റർ, നല്ലൊരു ചോദ്യമായത്. അതിന് ഉത്തരം പറയേണ്ടത്, ഈ പേപ്പറിൽ ഞാനും വായിച്ചു, അതിനെക്കുറിച്ചൊരു ഒരു അഭിപ്രായമല്ല ഞാൻ പറയാൻ പോകുന്നത്. തിരുവല്ല മെഡിക്കൽ മിഷനിൽ ഇത് സംഭവിക്കാതിരിക്കാൻ എന്ത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്, ഞങ്ങളുടെ ഡോക്ടേഴ്സ്, ഇവിടെയുള്ള ഡോക്ടേഴ്സ് മിക്കവാറും ഒരു പഴയ ഡോക്ടേഴ്സാണ്. ഒരു 35-40 വർഷം സർവീസൊക്കെ ഉള്ള ഡോക്ടേഴ്സാണ്. അതായത് ഒരു 3 പ്രസവങ്ങൾ വരെ, അതായത് തലമുറകളുടെ പ്രസവങ്ങൾ വരെ എടുത്തിട്ടുള്ള ഡോക്ടേഴ്സ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റിലുള്ള പലരെക്കാളും കൂടുതൽ അവർക്ക് ഈ ഹോസ്പിറ്റൽ അവരുടെ സ്വന്തമാണെന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. മാത്രമല്ല, അവർക്ക് അവരുടെ പേഷ്യൻസിനെ അവർ ദേ ലവ് ദം റിയലി അവരെ വളരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രഡീഷനുള്ള ഒരു ഡോക്ടേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് പുതുതായിട്ട് ആരെങ്കിലും ഡോക്ടേഴ്സ് വന്നാലും ആ ഡോക്ടേഴ്സിനെയും ആ ഒരു ട്രെൻഡിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഒന്നാമത്, ഞങ്ങളുടെ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ ആ ഒരു താല്പര്യം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്, നമ്മൾ പേപ്പറിൽ വായിക്കുന്ന പോലെ മെഡിസിൻസ് ഉണ്ടാക്കുന്ന പല ബ്രാൻഡുണ്ട്. എന്നാൽ അതിൻ്റെ ജനറിക് നെയിംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോമ്പോസിഷൻ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് വില കൂടിയ ബ്രാൻഡുണ്ട്, വില കുറഞ്ഞൊരു ബ്രാൻഡുണ്ട്. ഇപ്പോൾ പാസ്റ്ററിന് അറിയാവുന്ന പോലെ ചില സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. ഒരു ഡോക്ടർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് നെയിം അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജനറിക് നെയിം അതേ കോമ്പോസിഷനുള്ള ഈക്വലൻറ്റ് മെഡിസിൻസും കാണിക്കും. അപ്പോൾ ഞങ്ങൾ സെൻട്രലി ഒരു പർച്ചേസ് സിസ്റ്റമാണ് തിരുവല്ലയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറോട് പറയാനായിട്ട് സാധിക്കും, ഡോക്ടർ ഈ മെഡിസിൻ ഇതിന് പകരം കൊടുത്താൽ കൊള്ളാമോ, ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ മനസ്സിലുണ്ട്. അപ്പം മിക്ക ഡോക്ടേഴ്സും ഈ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ആ ഒരു രീതിയിൽ ഞങ്ങളത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഇതിന് പുറമെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഡോക്ടേഴ്സിനോട് ഒരു ഫീഡ്ബാക്ക്, അതായത് പേഷ്യൻസ് ആശുപത്രിയിലെ ഡോക്ടറിനെ കണ്ടിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾ കളക്ട് ചെയ്യാറുണ്ട്. അതിനകത്ത് ആ ഡോക്ടറിനെ കുറിച്ച് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഈ പേഷ്യൻസിനുണ്ട്. ആ ഒരു ഫീഡ്ബാക്ക്സ് ഞങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ സ്കാനിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, സ്കാനിങ് ഞങ്ങളുടെ ആശുപത്രിയിൽ ഇപ്പോൾ CT സ്കാനുണ്ട്, USG ഉണ്ട്, അങ്ങനെ ചില സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് പുറത്തുള്ള തിരുവല്ലയിലുള്ള ഏത് ലബോറട്ടറിക്കാട്ടിലും കുറഞ്ഞ നിരക്കിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്മീഷനോ കട്ടോ ഇതിനകത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ തോന്നുന്നില്ല. ഈ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് ഫലപ്രദമായിട്ടത് നിയന്ത്രിച്ച് ഞങ്ങളുടെ ആശുപത്രിയിൽ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടായി വളരെ കൃത്യമായി നടത്തുന്ന ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് ആശുപത്രിയിലെ നേഴ്സുമാരും ഡോക്ടർമാരും സ്ലം ഏരിയയിൽ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഇടയിൽ ഈ ഒരു പകർച്ചവ്യാധി ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഒരു ദുരിതമുണ്ടായാൽ നിസ്വാർത്ഥമായി ഈ നേഴ്സുമാരും ഡോക്ടർമാരും കടന്നു ചെന്ന് ഗ്രാമങ്ങളിൽ പോയി ഈ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതിനൊരു പൈസ പോലും ധാരാളം മരുന്നുകൾ കൊടുക്കാറുണ്ട്. അത് ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവർക്ക് സൗജന്യമായി അവിടെ കടന്നു ചെന്ന് വീടുകളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ കടന്നു ചെന്ന് കൊടുക്കാൻ കഴിയുന്നു. അതെങ്ങനെ കൃത്യമായിട്ട് ഇത് ചെയ്യാൻ കഴിയുന്നു? പാസ്റ്റർ, ഇതിന് ഒരു പ്രധാനമായിട്ട് കാരണം ഈ വിദേശ മിഷനറിമാർ തുടങ്ങിയപ്പോൾ തന്നെ അവർ തിരുവല്ലയിൽ മെഡിക്കൽ മിഷൻ തുടങ്ങിയതോടൊപ്പം റൂറൽ ഏരിയയിൽ 2 റൂറൽ ഏരിയയിൽ ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന് മന്നമരുതിയും ഒന്ന് വാഴൂരുമാണ്. അതിനോടൊപ്പം അവർക്കുണ്ടായിരുന്നൊരു ഒരു ഫീലിംഗ്, രോഗങ്ങൾ വന്ന് ആശുപത്രിയിൽ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ കമ്മ്യൂണിറ്റിയെ, സൊസൈറ്റിയെ, നമ്മുടെ ചുറ്റുപാടിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്കീം അന്ന് അവർ ഡെവലപ്പ് ചെയ്ത അതേ ഒരു പ്രിൻസിപ്പിൾ ഞങ്ങൾ ഫോളോ ചെയ്ത് വരികയാണ്. മാത്രമല്ല, ഈ നഴ്സിംഗ് കോഴ്സസ് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സ്കീം അത് അവരുടെ ഒരു പാർട്ട് ഓഫ് കരിക്കുലമാണ്. അപ്പോൾ അതിനകത്ത് പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നഴ്സസ് അവരുടെ ടീച്ചേഴ്സും കവിയൂർ അതുപോലുള്ള തിരുവല്ലയ്ക്ക് ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. മാത്രമല്ല, ഇൻഫാക്റ്റ് പത്തനംതിട്ടയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ